കൗണ്ടറിനടുത്ത് നിന്ന് ഒരു കപ്പ് ചൂട് ചായ വാങ്ങി ജിൻസി കസേരയിലിരുന്നു. ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ച അവൾ ചായയുടെ കാഴ്ചയിൽ നിന്നും കണ്ണെടുക്കും മുൻപേ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മറ്റൊരു കാഴ്ചയിലേക്ക് പാഞ്ഞു. തൻ്റെ തൊട്ടു മുന്നിലുള്ള വലിയ കെട്ടിടത്തിന് മുകളിലത്തെ നിലയിൽ നിന്ന് ആരോ ഒരാൾ താഴേക്ക് വീഴുന്നു. അത് കണ്ട ജിൻസി പേടിച്ച് അലറി വിളിക്കാൻ ശ്രമിച്ചു. താഴെ വീണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് അവളുമൊപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പാഞ്ഞു. അവൾ സൂക്ഷിച്ചു നോക്കി. നിമിഷാർദ്ധം അവളുടെ ശ്വാസം നിലച്ചു. ആ ഞെട്ടലിൽ അവൾ ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തി. അതെ, നിലത്ത് കിടക്കുന്ന ആ പെൺകുട്ടിക്ക് കൃത്യമായി തൻ്റെ തന്നെ മുഖമാണ്. ആ കാഴ്ചയുടെ ആഘാതത്തിൽ അവൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരോ അവളുടെ തോളിൽ കൈവച്ചു. ആ കൈ ആരുടേതാണെന്ന് അല്പം ഭയത്തോടെ തിരിഞ്ഞു നോക്കിയ ജിൻസി പെട്ടെന്നാണ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടലോടെ ഉണരുന്നത്. അപ്പുറത്തെ കട്ടിലിൽ കിടന്നുറങ്ങുന്ന ദേവികയെ കണ്ടപ്പോൾ താൻ സുരക്ഷിതയാണെന്നും കണ്ടത് കേവലം ഒരു ഭീകരമായ സ്വപ്നം മാത്രമായിരുന്നുവെന്നും അവൾ തിരിച്ചറിഞ്ഞു. ജിൻസി ചിന്തിച്ചു, വിചിത്രമായ സ്വപ്നങ്ങൾ ഞാൻ മുമ്പും പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം സ്വപ്നത്തിലെ രൂപങ്ങൾക്ക് സ്വന്തം മുഖമായിരുന്നു. പക്ഷേ ഇത്രയും ഭീകരമായൊരു സ്വപ്നം ആദ്യമായിട്ടാണ്. ഭയത്തിൽ നിന്നും മോചിതയാവാതെ ജിൻസി മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. സമയം കൃത്യം രാവിലെ 6 മണി. അവളെല്ലാം മറന്നു. 2 നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം തൻ്റെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് തൊട്ട് അപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന ദേവികയെ വിളിച്ചുണർത്തി. ജിൻസിയുടെ വിളികേട്ട് ദേവിക കട്ടിലിൽ നിന്ന് ചിരിയോടെ എഴുന്നേറ്റു. 33 വയസ്സുള്ള അവിവാഹിതയായ ജിൻസി ജോസഫ് തൃശ്ശൂരിലെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. ഇപ്പോൾ കോട്ടയത്തെ ഒരു പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ റീജിയണൽ സെയിൽസ് മാനേജറാണ്. പാലക്കാട് നിന്നുള്ള ഇടത്തരം കുടുംബാംഗമായ ദേവിക അതേ സ്ഥാപനത്തിലെ അഡ്മിൻ കോർഡിനേറ്ററുമാണ്. സമപ്രായക്കാരായ അവർ നല്ല സുഹൃത്തുക്കളാണ്. തൻ്റെ മാതാപിതാക്കൾക്ക് കുട്ടികളില്ലാതിരുന്നതിനാൽ ജിൻസിയെ അവർ ദത്തെടുക്കുകയായിരുന്നു. ആ വിവരം ജിൻസിക്കും അറിയാമായിരുന്നു. പക്ഷേ അവർ സ്വന്തം മകളെപ്പോലെയാണ് ജിൻസിയെ വളർത്തിയത്. ജിൻസി എല്ലാവരോടും സ്നേഹവും നല്ല സഹകരണവുമാണ്. പക്ഷേ ദേവികയ്ക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുക്കളയിൽ നിന്നും ചൂട് കാപ്പിയുടെ ഗന്ധമുയർന്നു. കാപ്പിയുമായി വന്ന ദേവിക ചോദിച്ചു, എന്താ ജിൻസി, ഇന്ന് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്തെ തന്നെ റെഡിയായോ? ദേവികയുടെ വാക്കുകളിൽ സൗഹൃദത്തിൻ്റെ ചിരി നിറഞ്ഞു. അന്നത്തെ ദിവസം അവർ പെട്ടെന്നു തന്നെ ജോലിക്കായി ഒരുങ്ങി പുറപ്പെട്ടു. പഴയ സ്വപ്നങ്ങളുടെ ഭീകരത മറന്ന് ജിൻസി സന്തോഷവതിയായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച വെളുപ്പിന് ജിൻസി ഞെട്ടലോടെ ഉറക്കമുണർന്നു. അപ്പോഴാണ് അവൾ തൊട്ടടുത്ത കട്ടിലിൽ ദേവികയെ ശ്രദ്ധിച്ചത്. ജിൻസി ചോദിച്ചു, ദേവികെ, നിനക്കെന്താ പറ്റിയത്? മുഖം വല്ലാതെ വിളറിയിരിക്കുന്നല്ലോ. ഒന്നുമില്ല ജിൻസി, കഴിഞ്ഞ 2-3 ദിവസമായി ഭയങ്കര തലവേദന, സഹിക്കാൻ വയ്യ. മരുന്ന് കഴിച്ചിട്ടും കുറവില്ല, ദേവിക ദുർബലമായ സ്വരത്തിൽ പറഞ്ഞു. ജിൻസി ഉടൻ പ്രതികരിച്ചു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നമുക്ക് പോയി ഡോക്ടറിനെ കാണാം. മൈഗ്രെയിനിന് നീ സ്ഥിരമായി കിംസ് ഹോസ്പിറ്റലിലല്ലേ കാണിക്കുന്നത്? നമുക്ക് അവിടെ തന്നെ പോകാം. ഓ ശരി, ഞാൻ ഉടൻ തന്നെ നാളത്തേക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാം. ദേവിക സമ്മതിച്ചു. അങ്ങനെ പിറ്റേന്ന് ചൊവ്വാഴ്ച രാവിലെ 2 പേരും ഓഫീസിൽ നിന്ന് ലീവുമെടുത്ത് ഡോക്ടറെ കാണാൻ പോയി. ശക്തമായ മഴയുണ്ടായിരുന്നതിനാൽ ഹോണ്ട ആക്ടിവയിൽ യാത്ര ചെയ്യുമ്പോൾ അവർ 2 പേരും റെയിൻകോട്ടുകൾ ധരിച്ചിരുന്നു. ജിൻസിക്ക് മഴയോടുള്ള ഇഷ്ടം കാരണം ഈ യാത്ര സന്തോഷകരമായിരുന്നു. കൃത്യസമയത്തു തന്നെ അവർ കിംസ് ഹോസ്പിറ്റലിലെത്തി. റെയിൻകോട്ടുകൾ മാറ്റി അകത്തേക്ക് കടന്ന ഉടൻ അവർ ഡോക്ടർ രവി തരകനെ കാണാനായി കാത്തിരുന്നു. എന്നാൽ നഴ്സ് പെട്ടെന്ന് അടുത്തു വന്ന് പറഞ്ഞു, സോറി, ഡോക്ടർ രവി തരകൻ ഒരു എമർജൻസി സർജറിയിലാണ്. കുറച്ച് സമയം കഴിഞ്ഞേ വരുള്ളൂ. ഈ വിവരം കേട്ടപ്പോൾ ദേവിക വല്ലാതെ തളർന്നു പോയിരുന്നു. അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ജിൻസി, എൻ്റെ തലവേദന കൂടി വരുന്നുണ്ട്. ഇത് കേട്ട് ജിൻസി പറഞ്ഞു, വാ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. വേണ്ട ജിൻസി, എനിക്ക് താഴെ വരെ വരാൻ വയ്യ. നീ പോയി കുടിച്ചിട്ട് വാ. ദേവിക നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ദേവികയുടെ ക്ഷീണം കണ്ടപ്പോൾ ജിൻസി മനസ്സില്ലാ മനസ്സോടെ അവളെ അവിടെ ഇരുത്തി താഴത്തെ കഫേ ലക്ഷ്യമാക്കി നടന്നു. കഫേയിലേക്ക് നടക്കുമ്പോൾ പുറത്ത് നല്ല കാറ്റും മഴയുമായിരുന്നു. ഇതിനിടയിൽ കാതടപ്പിക്കുന്ന സൈറൺ മുഴക്കിക്കൊണ്ട് ഒരു ആംബുലൻസ് അടുത്തുകൂടി പാഞ്ഞു പോയപ്പോൾ അവളൊന്ന് ഞെട്ടി. കൗണ്ടറിൽ നിന്ന് ഒരു കപ്പ് ചൂട് ചായ വാങ്ങി കസേരയിലിരുന്നു. ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ച ആ സമയം ജിൻസിയുടെ മനസ്സിലേക്ക് മുൻപ് കണ്ട സ്വപ്നം ഓർമ്മ വന്നു. ആ ഭീകര സ്വപ്നത്തിലെ കാര്യങ്ങളെല്ലാം അതേപോലെ സംഭവിക്കുന്നു എന്നൊരു തോന്നൽ. ആ സ്വപ്നത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ തുടങ്ങും മുൻപ് തന്നെ തൊട്ടു മുൻപിലുള്ള കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരു പെൺകുട്ടി താഴേക്ക് വീഴുന്നത് അവളുടെ കൺമുന്നിൽ തെളിഞ്ഞു. ആ കാഴ്ചയുടെ ഭീകരതയിൽ അവൾക്ക് സ്വന്തം കണ്ണുകളെപ്പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് കണ്ട ജിൻസി പേടിച്ച് അലറി വിളിക്കാൻ ശ്രമിച്ചു. താഴെ വീണു ചോരയിൽ കുളിച്ചുകിടക്കുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് അവളും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടിയെത്തി. അവൾ സൂക്ഷിച്ചു നോക്കി. നിമിഷാർദ്ധം അവളുടെ ശ്വാസം നിലച്ചു. ആ ഞെട്ടലിൽ
അവൾ ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തി. അതെ, നിലത്ത് കിടക്കുന്ന ആ പെൺകുട്ടിക്ക് കൃത്യമായി തൻ്റെ തന്നെ മുഖമാണ്. പെട്ടെന്ന് തന്നെ ആരൊക്കെയോ ചേർന്നു അവളെ എമർജൻസി യൂണിറ്റിലേക്ക് എടുത്തുകൊണ്ടുപോയി. ജിൻസിയുടെ കണ്ണുകൾ നിറഞ്ഞു ചുവന്നു, കാലുകൾ വിറയ്ക്കുന്നു. താൻ പിന്നെയും സ്വപ്നം കാണുകയാണോ എന്ന് സംശയിച്ച ജിൻസി 2 നിമിഷം കണ്ണുകൾ അടച്ച ശേഷം തുറന്നു. അവൾക്ക് മനസ്സിലായി, ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. അവൾ മനസ്സിൽ ചിന്തിച്ചു, അപ്പോൾ ഞാൻ കണ്ട മുഖം. ആ കാഴ്ചയുടെ ആഘാതത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരോ അവളുടെ തോളിൽ കൈവച്ചു. അല്പം ഭയത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ ദേവിക മുന്നിൽ നിൽക്കുന്നു. അവൾ ചോദിച്ചു, എന്തുപറ്റി ജിൻസി? എന്താണിവിടെ സംഭവിച്ചത്? അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ജിൻസി വിശദീകരിച്ചു. ദേവികയ്ക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു, നീ എന്താണ് പറയുന്നത്? അവൾക്ക് നിന്റെ മുഖമോ? ഇത് നീ മുന്നേ സ്വപ്നം കണ്ടെന്ന്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആകാംക്ഷയും ഭയവും ഉള്ളിലൊതുക്കി ദേവികയുടെ ചികിത്സയ്ക്കായി അവർ ഡോക്ടർ രവി തരകനെ കണ്ടു. മരുന്നുകൾ കുറിച്ചുവാങ്ങി പുറത്തിറങ്ങിയപ്പോഴും ജിൻസിയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. താനുമായി രൂപസാദൃശ്യമുള്ള ആ പെൺകുട്ടി ആരാണെന്നറിയാനുള്ള ജിൻസിയുടെ നിർബന്ധത്തിനൊടുവിൽ ദേവികയും വഴങ്ങി. അവർ നേരെ അത്യാഹിത വിഭാഗത്തിലേക്ക് നടന്നു. അവിടെ പോലീസും ആശുപത്രി ജീവനക്കാരും തിങ്ങി നിറഞ്ഞിരുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാൻ ആകാംക്ഷയോടെ നിൽക്കുന്നവരുടെ ഇടയിലൂടെ ജിൻസി മുന്നോട്ട് നീങ്ങി. അവിടെ നടന്ന അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർക്ക് ലഭിച്ചത്. കെട്ടിടത്തിൽ നിന്നും വീണ ആ പെൺകുട്ടിയുടെ പേര് അനുപമ എന്നായിരുന്നു. വാർത്തയറിഞ്ഞ് ഓടിയെത്തിയ അവളുടെ മാതാപിതാക്കളും ഭർത്താവും പോലീസിന് നൽകിയ മൊഴിയിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായത്. തലേ ദിവസമായിരുന്നു നേഴ്സായ അനുപമ കിംസ് ഹോസ്പിറ്റലിൽ പുതിയ ജോലിയിൽ പ്രവേശിച്ചത്. അതിൻ്റെ സന്തോഷത്തിൽ അവളോടൊപ്പം ആദ്യ ദിവസം ചെലവഴിക്കാനും ഇന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങാനും പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ദുരന്തം സംഭവിച്ചത്. ഗുരുതരമായ പരിക്കുകളോടെ അനുപമ ഇപ്പോൾ ബോധമില്ലാതെ ICUവിലാണെന്നും തലയ്ക്കേറ്റ ക്ഷതം കാരണം ബോധം വരുന്നവരെ ഒന്നും പറയാൻ പറ്റില്ല എന്നും ഡോക്ടർ പോലീസിനോട് പറഞ്ഞത് കേട്ടപ്പോൾ ജിൻസിയുടെ കണ്ണ് നിറഞ്ഞു. അനുപമയുടെ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം ജിൻസിയും ദേവികയും അനുപമയുടെ മാതാപിതാക്കളെയും ഭർത്താവിനെയും കാണാൻ തീരുമാനിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിനടുത്തുള്ള കാത്തിരിപ്പ് മുറിയിൽ അവരുണ്ടായിരുന്നു. ജിൻസിയെ കണ്ട ഉടനെ അനുപമയുടെ മാതാപിതാക്കളും ഭർത്താവും വികാരഭരിതരായി. ആദ്യം അവർ ഒന്ന് ഞെട്ടിയെങ്കിലും അനുപമയ്ക്ക് ഒരു ഇരട്ട സഹോദരി ഉണ്ടെന്നുള്ള കാര്യം വയനാട്ടിൽ നിന്ന് അനുപമയെ ദത്തെടുക്കുന്ന സമയത്തു തന്നെ അവർക്കറിയാമായിരുന്നു. ആ വിവരം മാതാപിതാക്കൾ ജിൻസിയോട് വെളിപ്പെടുത്തിയപ്പോൾ അവൾ സ്തംഭിച്ചുപോയി. താൻ തന്നെയാണോ ആ സഹോദരി എന്ന ചിന്ത അവളെ പിടിച്ചുലച്ചു. തങ്ങളുടെ മകളുടെ അതേ രൂപസാദൃശ്യമുള്ള ഒരാളെ നേരിൽ കാണുന്നത് അവർക്ക് താങ്ങാനായില്ല. അനുപമയുടെ ഭർത്താവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവളുടെ അമ്മ ജിൻസിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുപോയി. കണ്ണീരോടെ ആ അമ്മ വിലപിച്ചുകൊണ്ട് പറഞ്ഞു, എന്നിരുന്നാലും ആരായിരിക്കും എൻ്റെ മോളോട് ഈ ക്രൂരത ചെയ്തത്? ജിൻസിയും ദേവികയും അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അനുപമയുടെ കാര്യങ്ങൾ ജിൻസിയുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ടായിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമായി. സംഭവം നടന്ന ദിവസം കെട്ടിടത്തിന് മുകളിൽ ഉണ്ടായിരുന്നവരെയെല്ലാം പോലീസ് ചോദ്യം ചെയ്തു. എന്നാൽ വീഴ്ചയ്ക്ക് കാരണക്കാരനായ പ്രതിയെക്കുറിച്ച് പോലീസിന് യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ല. ആക്രമണം നടത്തിയയാൾ മാസ്കും കറുത്ത തൊപ്പിയും ധരിച്ചിരുന്നതിനാൽ അയാളുടെ മുഖം വ്യക്തമായി പതിഞ്ഞ CCTV ദൃശ്യങ്ങളും കിട്ടിയില്ല. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശാൻ കഴിയാതെ അന്വേഷണം തൽക്കാലം വഴിമുട്ടി നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. അനുപമ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നതിനിടയിൽ ഒരു രാത്രിയിൽ ജിൻസി മുൻപ് കണ്ട അതേ ഭീകരമായ സ്വപ്നം കണ്ട് വീണ്ടും ഞെട്ടിയെഴുന്നേറ്റു. ഇത്തവണ സ്വപ്നം അവസാനിക്കുമ്പോൾ അവളുടെ മനസ്സിൽ പതിഞ്ഞ ഒരൊറ്റ ദൃശ്യം അവളെ വല്ലാതെ ആകാംക്ഷഭരിതയാക്കി. ആക്രമണം നടത്തിയ വ്യക്തിയുടെ കൈത്തണ്ടയുടെ താഴെയായി അതീവ പരിചിതമായ ഒരു ടാറ്റൂ അവൾ കണ്ടു. കയ്യിൽ പച്ചകുത്തിയിരിക്കുന്ന ഈ ഡിസൈൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നൊരു തോന്നൽ ജിൻസിക്കുണ്ടായിരുന്നെങ്കിലും അത് ആരാണെന്ന് അവൾക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഉടൻ തന്നെ ഈ കേസിന്റെ ചുമതലയുള്ള SI ബിജു പൗലോസിനെ ഫോണിൽ ബന്ധപ്പെട്ടു. ഹോസ്പിറ്റലിലെ CCTV ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും പരിശോധിക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. ജിൻസിയുടെ നിർബന്ധപ്രകാരം SI ബിജു CCTV ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കാൻ തയ്യാറായി. ടാറ്റൂ പതിഞ്ഞ കൈയുടെ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ കണ്ടപ്പോൾ ജിൻസി അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയിരുന്നു. കാരണം അത് മറ്റാരുമായിരുന്നില്ല, ചെന്നൈയിലെ തൻ്റെ പഴയ കമ്പനിയിലെ സഹപ്രവർത്തകനായിരുന്ന ആനന്ദായിരുന്നു. ആനന്ദിൻ്റെ ഓർമ്മകൾ ജിൻസിയെ വല്ലാതെ ഉലച്ചു. ആനന്ദ് ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. പൊതുവെ കൂട്ടുകാരില്ലാതിരുന്ന അയാളുമായി ജിൻസി പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായി. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ആ സൗഹൃദം അവൻ്റെ ഉള്ളിൽ പ്രണയമായി മാറി. ആനന്ദ് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ ജിൻസി ഞെട്ടലോടെ അത് നിരസിച്ചു. ഇതോടെ ആനന്ദ് കൂടുതൽ വിഷാദത്തിലേക്ക് വീഴുകയും ജിൻസിയോട് മോശമായി പെരുമാറുകയും ചെയ്തു. ഒരു ദിവസം ഓഫീസിൽ വെച്ച് അയാൾ അവളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു.
അവൻ്റെ ശല്യം കൂടിയതോടെ അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. വീണ്ടും ഒരു ദിവസം ഓഫീസിൽ വാഷ്റൂമിൻ്റെ അരികിൽ വെച്ച് അവളെ അവൻ കയറി പിടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു. അതവിടെയുള്ള സഹപ്രവർത്തകർ കണ്ടു. ജിൻസി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അവൻ്റെ ജോലി നഷ്ടപ്പെടുകയും ആനന്ദ് അറസ്റ്റിലാവുകയും പരസ്യമായി അപമാനിതനാവുകയും ചെയ്തു. കേസിനെ തുടർന്ന് 3 വർഷത്തെ ജയിൽ ശിക്ഷ അവന് ലഭിക്കുകയും ചെയ്തു. ആനന്ദ് അവളോട് അന്ന് പറഞ്ഞ കാര്യം ജിൻസിക്ക് ഓർമ്മ വന്നു. ഇതിനൊക്കെ ഞാൻ നിന്നോടൊരിക്കൽ പകരം ചോദിക്കും. ആ ഭീഷണി അന്നവൾ അത്ര കാര്യമായി എടുത്തില്ല. അതിനുശേഷം ആനന്ദിൻ്റെ ഒരു വിവരവും ആർക്കും അറിയില്ലായിരുന്നു. ജിൻസി ഈ വിവരങ്ങളെല്ലാം ഉടൻ തന്നെ SI ബിജു പൗലോസിന് കൈമാറി. മാത്രമല്ല, ആനന്ദിൻ്റെ പഴയ ഫേസ്ബുക്ക് പ്രൊഫൈലും മറ്റു വിവരങ്ങളും അവൾ പോലീസിന് നൽകി. ഇത് അനുപമയുടെ കേസ് അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവായി. അതിനുശേഷം അവൾ അനുപമയുടെ ഭർത്താവായ പ്രണവിനോട് സംസാരിക്കവേ താൻ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ അതിശയത്തോടെ പ്രണവ് പറഞ്ഞു, അനുപമയും ഇത്തരം വിചിത്രമായ സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു. ഒരിക്കൽ രാത്രിയിൽ കഴുത്തിൽ നിന്നും മാല മോഷ്ടിക്കാൻ ആരോ ശ്രമിക്കുന്നതായും മറ്റൊരിക്കൽ ഒരു കാർ അപകടത്തിൽപ്പെടുന്നതായുമൊക്കെ അവൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇത് കേട്ട ജിൻസി ഞെട്ടലോടെ പ്രതികരിച്ചു. ആ കാര്യങ്ങൾ കൃത്യമായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ആ നിമിഷം അവർക്കൊരു കാര്യം വ്യക്തമായി. തങ്ങളുടെ ഇരട്ട സഹോദരിമാർക്ക് സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരുതരം സിക്സ്ത് സെൻസ് ഇരുവർക്കുമുണ്ടായിരുന്നുവെന്ന്. ജിൻസി നൽകിയ ആനന്ദിൻ്റെ വിശദാംശങ്ങളും ഫേസ്ബുക്ക് പ്രൊഫൈലും SI ബിജു പൗലോസിനും സംഘത്തിനും വലിയ സഹായകമായി. ആനന്ദ് ഇപ്പോൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ പോലീസ് ഉടൻ തന്നെ സൈബർ സെല്ലിൻ്റെ സഹായം തേടി. അയാളുടെ ഫോൺ ലൊക്കേഷനും മറ്റ് ഓൺലൈൻ പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് പോലീസ് സംഘം മണിക്കൂറുകൾക്കുള്ളിൽ അയാളെ വളഞ്ഞു. ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു വിജനമായ ലോഡ്ജ് മുറിയിലായിരുന്നു അയാൾ ഒളിച്ചു താമസിച്ചിരുന്നത്. പോലീസ് സംഘം അവിടേക്ക് ഇരച്ചെത്തിയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച ആനന്ദിനെ സാഹസികമായി കീഴടക്കി കസ്റ്റഡിയിലെടുത്തു. പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യൽ മുറിയിൽ കൈവിലങ്ങണിയിക്കപ്പെട്ട നിലയിലിരുന്ന ആനന്ദ് ജിൻസിയോടുള്ള പ്രതികാരത്തെക്കുറിച്ചും അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ചും കുറ്റം സമ്മതിച്ചു. അവൾ കാരണമാണ് എൻ്റെ അമ്മ മരിച്ചത്. അവൾ ജീവിച്ചിരിക്കാൻ പാടില്ല. ഭ്രാന്തമായ വെറുപ്പോടെ അവൻ മൊഴി നൽകി. അയാൾ പോലീസിനോട് പറഞ്ഞ വിശദാംശങ്ങൾ ഇങ്ങനെയായിരുന്നു. ജിൻസിയെ പിന്തുടർന്നെത്തിയതായിരുന്നു ആനന്ദ്. അന്ന് കനത്ത മഴയായിരുന്നതിനാൽ ജിൻസി റെയിൻകോട്ട് ധരിച്ചിരുന്നത് കാരണം അവളുടെ വേഷത്തെക്കുറിച്ച് അയാൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നില്ല. ജിൻസിയുടെ അതേ രൂപസാദൃശ്യമുള്ള അനുപമയെ ഹോസ്പിറ്റലിനകത്ത് ഏറ്റവും മുകളിലത്തെ നിലയിൽ ആളൊഴിഞ്ഞ ബാൽക്കണിയിൽ കണ്ടപ്പോൾ ആ പ്രതികാരദാഹത്തിനിരയായത് ജിൻസി തന്നെയാണെന്ന് അയാൾ ഉറപ്പിച്ചു. പ്രതികാരം പൂർത്തിയാക്കാനായി അയാൾ ഡോക്ടറുടെ ശസ്ത്രക്രിയാവേഷം ധരിച്ച് വിഷം നിറച്ച സിറിഞ്ചുമായി ജിൻസിയാണെന്ന് കരുതി അനുപമയെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ആനന്ദ് പിന്തുടർന്നു വന്നതിൽ എന്തോ സംശയം തോന്നിയ അനുപമ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കയ്യിൽ സിറിഞ്ചുമായി തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ആനന്ദിനെ തട്ടിമാറ്റി ഓടാൻ തുടങ്ങി. പെട്ടെന്ന് ആനന്ദ് അവളെ പിറകിൽ നിന്ന് വലിച്ചു. അവളൊന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങും മുന്നേ വായ പൊത്തിപ്പിടിച്ചു മരുന്ന് കഴുത്തിൽ കുത്താൻ ശ്രമിച്ചു. അനുപമ അത് ശക്തമായി എതിർത്ത് കുതറിമാറാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും സിറിഞ്ച് താഴെ പോയിരുന്നു. വേറെ വഴിയില്ലാതെ ആ വെപ്രാളത്തിൽ അവൻ അനുപമയെ താഴോട്ട് തള്ളിയിടുകയായിരുന്നു. അത്രയും മുകളിൽ നിന്ന് വീണാൽ അവൾ മരിക്കുമെന്ന് അവന് ഉറപ്പായിരുന്നു. കുറ്റസമ്മതം പൂർത്തിയായ ശേഷം SI ബിജു ജിൻസിയെ അകത്തേക്ക് വിളിച്ചു. കൈവിലങ്ങണിയിച്ച് മുറിയിലിരിക്കുന്ന ആനന്ദ് തൻ്റെ പ്രതികാര ലക്ഷ്യമായ ജിൻസിയെ ഒരു പോറൽ പോലും ഏൽക്കാതെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി. ജിൻസി, നീ എങ്ങനെ? വാക്കുകൾ കിട്ടാതെ അവൻ കിതച്ചു. ജിൻസിയുടെ കണ്ണുകളിൽ തീവ്രമായ ദേഷ്യവും അടക്കാനാവാത്ത വേദനയും നിറഞ്ഞു. അവൾ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെയാണ് കൊല്ലാൻ വന്നതെങ്കിൽ നീ ചെയ്തത് അതിലും വലിയ പാപമാണ് ആനന്ദ്. എൻ്റെ സ്വന്തം ഇരട്ട സഹോദരിയെയാണ് നീ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. എൻ്റെ രക്തത്തെയാണ് നീ തകർത്തെറിഞ്ഞത്. ആനന്ദ് വിശ്വസിക്കാനാവാതെ പറഞ്ഞു, ഇരട്ട സഹോദരിയോ? പിന്നീട് അവൻ ഭ്രാന്തമായ വെറുപ്പോടെ പറഞ്ഞു, എൻ്റെ ഏക തുണയായിരുന്ന അമ്മ ഈ ലോകം വിട്ടുപോയത് നീ കാരണമാണ്. എൻ്റെ ജീവിതം നശിച്ചത് നീ കാരണമാണ്. അമ്മയുടെ മരണത്തെക്കുറിച്ചറിഞ്ഞത് ജിൻസിക്കു ചെറിയ ഞെട്ടലുണ്ടാക്കിയെങ്കിലും അവൾ ദേഷ്യത്തോടെ പറഞ്ഞു, അമ്മയുടെ മരണത്തിന് കാരണം ഞാനല്ല ആനന്ദ്, നീ തന്നെയാണ്. നിന്റെ പ്രതികാരത്തിനിരയായ എൻ്റെ സഹോദരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല, ദൃഢതയോടെ അവൾ പറഞ്ഞു. ആനന്ദിൻ്റെ മുഖത്ത് നിസ്സഹായതയും പശ്ചാത്താപവും തളം കെട്ടി നിന്നു. ജിൻസി തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ നിശബ്ദമായി കരയുന്നുണ്ടായിരുന്നു. ആനന്ദ് അറസ്റ്റിലായതോടെ അനുപമയെ ആക്രമിച്ചതിൻ്റെ ചുരുളഴിഞ്ഞു. ജിൻസിയുടെ സ്വപ്നങ്ങൾ കൃത്യസമയത്ത് തൻ്റെ സഹോദരിക്ക് നീതി നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായി. നിയമപരമായ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ആനന്ദ് ചെയ്ത കുറ്റങ്ങൾക്ക് നിയമം ശിക്ഷ ഉറപ്പാക്കി. ആഴ്ചകൾക്ക് ശേഷം ചികിത്സയിലായിരുന്ന അനുപമയ്ക്ക് ബോധം തെളിഞ്ഞു.
അവൾ അപകടാവസ്ഥ തരണം ചെയ്തു എന്ന വാർത്ത ജിൻസിക്കും പ്രണവിനും അനുപമയുടെ മാതാപിതാക്കൾക്കും വലിയ ആശ്വാസമായി. ഹോസ്പിറ്റൽ ബെഡിൽ വെച്ച് തൻ്റെ ഇരട്ട സഹോദരിയെ ജിൻസി ആദ്യമായി കണ്ടുമുട്ടി. അവർ പരസ്പരം സംസാരിച്ചു. വർഷങ്ങളായി നഷ്ടപ്പെട്ട ബന്ധം ആ നിമിഷം അവർ തിരിച്ചറിഞ്ഞു. ആനന്ദിൻ്റെ ക്രൂരതയുടെ ഓർമ്മകൾ മാഞ്ഞു പോകുമ്പോൾ തങ്ങളുടെ ആറാം ഇന്ദ്രിയത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് ജിൻസിയും അനുപമയും ജീവിതം മനോഹരമാക്കി.